ഇന്ന് മോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണല്ലോ ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത ബെത്ലഹേം കുടുംബ യൂണിറ്റ്. സിനിമയുടെ ആദ്യ ദിവസത്തെ വൻ കളക്ഷൻ തുടക്കത്തിന് ശേഷം ഇപ്പോഴത്തെ എല്ലാവരും ഇനി ഉറ്റുനോക്കുന്നത് അടുത്ത 2 ദിവസങ്ങൾ ശനി ഞായർ ദിവസങ്ങളാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ അടുത്ത 2 ദിവസത്തെ കേരള പ്രീസെയിൽ കണക്കുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത 2 ദിവസങ്ങളിലേക്ക് 3,65 രൂപയാണ് സിനിമ കേരള പ്രീസെയിലായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അതിൽ 3 കോടിക്കടുത്ത് പ്രീസെയിൽ വന്നിരിക്കുന്നത് നാളെ ശനിയാഴ്ചയിലേക്കാണ്. അപ്പോൾ ഇന്ന് പല മണിക്കൂറുകളിലും ബുക്ക് മൈ ഷോയിൽ നടക്കുന്ന 20,000 25,000 ടിക്കറ്റ് വിൽപ്പന എല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിലേക്കാണ് നടക്കുന്നത് എന്ന് കൂടി പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലെ കേരള ബോക്സ് ഓഫീസിൽ തന്നെ സിനിമ വൻ കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഇറങ്ങുന്നു. ആദ്യ വീക്കെൻഡിൽ മാത്രം സിനിമയ്ക്ക് 20 കോടിയെല്ലാം തന്നെയാണ് കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി കണ്ടറിയാം. ഇതിനിടയിൽ നിവിൻ പോളിയുടെ ഈ വർഷം 2 സിനിമകൾ കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നല്ലോ. ആ 2 സിനിമകളുടെയും ഫൈനൽ കളക്ഷൻ ആദ്യ ദിവസത്തെ കളക്ഷൻ കൊണ്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റ് മറികടന്നിരിക്കുകയാണ്. പ്രതീക്ഷയായ അത്യാവശ്യം ബഡ്ജറ്റിലെത്തി വൻ പരാജയമായി മാറിയ സിനിമയാണല്ലോ. അതുപോലെ ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ നിവിന്റെ ബേബി ഗേൾ വേഗത്തിൽ OTT റിലീസായ സിനിമയാണല്ലോ. തിയേറ്ററുകളിലെ പരാജയപ്പെട്ട സിനിമയാണല്ലോ. ഈ പറഞ്ഞ 2 നിവിൻ പോളി സിനിമകളുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് 7 കോടിയായിരുന്നു. ഇപ്പോഴത്തെ ആ കളക്ഷന്റെ ഇരട്ടിക്ക് മുകളിലാണ് ആദ്യ ദിവസത്തെ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ. അപ്പോൾ നിവിൻ ഈ വർഷവും വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷനിലേക്കാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് പോകാനായിട്ട് ഒരുങ്ങുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ അടുത്ത വൻ വാർത്തകൾ കേൾക്കുവാനായിട്ട്.